വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു റൂട്ടീനായിട്ടുണ്ട്. അതായത് 3 ആഴ്ച കൂടുമ്പം ഹോസ്പിറ്റലിൽ കീമോക്കെ ആയിട്ട് പോകുന്നത്. നമ്മുടെ വ്ളോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ പോകുമ്പോൾ ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാറൊന്നുമില്ലല്ലോ, കാരണം അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാറല്ലേ, ഹോസ്പിറ്റലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. വേറെ 1-2 പേർക്കും കൂടി കൊടുക്കാനുണ്ട്. ആർക്കതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ കൊടുക്കുന്നൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. അപ്പം എല്ലാവർക്കും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും എന്തിനാ ഇത്ര അധികം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നു, ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ വിചാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാനുള്ള കാര്യം പറഞ്ഞത് കേട്ടോ. പിന്നെ രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, ഇക്കാനായിട്ട് രാവിലെ തന്നെ പോവും വേണം. എല്ലാം കൂടി ഒരു ഹറിബറിയാണ്. അതിൻ്റെ കൂടെയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. കൂടാണ്ട് കണ്ടോ, ഈ ചിക്കൻ 65 ആണ് ഫ്രൈ ആക്കുന്നത്. അതിൽ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഓട്ടക്കോരി ഉണ്ടല്ലോ, അത് സ്റ്റീലിൻ്റെ ആണ് ഇട്ടിട്ടുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ. ആ തിരക്കിൽ, രാവിലത്തെ തിരക്കിൽ എന്താ ചെയ്യുന്നതൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നതും. ഇനിയിപ്പം അത് കണ്ടിട്ട് ആരും ഇനിയിപ്പം എന്താണ് അങ്ങനെ ചെയ്യുന്നത്, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. ഇതിൻ്റെ ID കാർഡ് എവിടെ ഉണ്ടാ? ഇത് നോക്കട്ടെ, കണ്ണൊക്കെ കണ്ണ്. എന്താ എൻ്റെ റൂഹി, സ്കൂളിൽ പോകുമ്പോൾ ഇത്ര സ്റ്റൈലാക്കണോ? നോക്കട്ടെ, കണ്ണൊക്കട്ടെ. ലിപ്സ്റ്റിക് ഉണ്ട്, ബന്നിണ്ടാ? ബന്നീസാണ്. എന്നാ വേം വാ, അത് വെക്ക്. വെള്ളക്കുപ്പി വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു വാട്ടർ ബോട്ടില്ലേ, വെള്ളം നിറച്ച് വെക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറക്കും. കല്യാണമ്മേ റൂഹി, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും. റൂഹി സുഖാണോ? ഒരു ബൈ പറയൂ റൂഹി മോളെ. റൂഹിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ വേഗം പാക്കിങ് തുടങ്ങണം. അപ്പോഴേക്കും ഇക്ക തിരിച്ച് വരും. ശരിക്കും ഈ ഒരു വ്ളോഗിൻ്റെ ഇൻട്രോ ഈ ഒരു പോർഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഞാൻ വോയിസ് ആയിട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വോയിസ് ഓവറിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രോ കട്ട് ചെയ്തു. ഇനി ബാക്കി കേൾക്കാം. വാഴയില വലിയ പിടുത്തില്ല എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊന്നും. നമ്മളങ്ങനെ എപ്പോഴും ചെയ്യണ പണിയില്ലല്ലോ അതൊന്നും. അപ്പോൾ വാഴയിലയിൽ ചോറ് ആക്കുവാണ്. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വേറെ 1-2 പേർക്ക് കൊടുക്കാനും കൂടി ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിനാണ് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് കാണിച്ചിട്ട് രസം. ചോറുണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, വഴുതനങ്ങ കറിയുണ്ട്. തേങ്ങ അരയ്ക്കാത്ത കറി കേട്ടോ, കുറുന്നനുള്ള വഴുതനങ്ങ കറി. പിന്നെ അതുപോലെ ചിക്കൻ 65. അപ്പോൾ ഇതൊക്കെയാണ്. നല്ല വലിയ കാര്യമായിട്ടൊന്നുമില്ല സംഭവം, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ വാഴയിലയിൽ ചോറ് വെക്കുവാണ്. ആകെ ഒരു 3 വാഴയില കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, ബാക്കി പാത്രത്തിലാക്കണം. പിന്നെ ഞാൻ വിചാരിച്ച ആദ്യം കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന്, പക്ഷേ ടൈം കിട്ടില്ല. ഇന്ന് മക്കൾക്ക് സ്കൂളിലെ ദിവസമായിരുന്നു. റൂഹിനെ ആക്കണം സ്കൂളിൽ. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റും കൂടി ഉണ്ട് ഇവിടെ. അതിവിടെ പോയി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കൂന്തൽ റോസ്റ്റും. അല്ല, ഞാൻ രാവിലെ ഉണ്ടാക്കിയല്ല കേട്ടോ, അത് ഇന്നലെ കൂന്തൽ വാങ്ങിച്ചിട്ട് രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി ആദ്യം പേപ്പർ വെച്ചിട്ടുണ്ട്, പിന്നെ വാഴയില വെച്ചിട്ടുണ്ട്. വാട്ടിയെടുത്തിട്ടുള്ള വാഴയില കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയും, പറയേണ്ടൊന്നും ആവശ്യമില്ല. ഇനി ചോറ് ഇട്ടപ്പോൾ തന്നെ താഴെ പോയി ചോറിടാം. ഇതിൽ ശരിക്കും വരണമെങ്കിൽ കുറേ കൂട്ടാനൊക്കെ വേണം. മുട്ട പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ സമയം കിട്ടിയില്ല. ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ച് വരാൻ നല്ലോണം ലേറ്റാവും. ഞാൻ ഇതിൽ കൊള്ളുന്ന രീതിയിൽ മാക്സിമം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് 2-3 പേർക്ക് ഒരുമിച്ച് കഴിക്കാമെന്നുള്ള രീതിയിൽ ആണ് വിചാരിക്കുന്നത്. ചോറ് വെച്ചു,
ഇനി ഉപ്പേരി അതിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. വേറെ പാത്രത്തിൽ വെക്കണം എന്നുണ്ട്, പക്ഷെ പാത്രം അങ്ങനെ ഇല്ല കൊണ്ടുപോകാൻ. കറിയും ചിക്കനും വേറെ പാത്രത്തിലാണ് ആക്കുന്നത്. ഇതേപോലെ ഒരു പാത്രത്തിലും കൂടി ആക്കാനുണ്ട്, അല്ല ഒരു ഇലയും കൂടി ആക്കാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വാഴയില മടക്കുന്നൊന്നും വലിയ പിടുത്തമില്ല കേട്ടോ എനിക്ക്. നാട്ടിൽ നിന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം. ഇൻഷാ അല്ലാഹ്. പേടിയാണ് എങ്ങാനും. അയ്യോ പൊട്ടി. റബ്ബർ ബാൻഡ് വേണ്ടേ കെട്ടാൻ? പോവില്ലേക്ക് എന്ന് വിചാരിച്ചു. അച്ചു അവിടെയും പോയി. ഒരെണ്ണം സെറ്റായിട്ടുണ്ട്, ഇനി രണ്ടാമത്തത് സെറ്റാക്കട്ടെ. പിന്നെ മുകളിൽ ഡെക്കറേഷൻ ഈ കുറവ് വേണ്ട. ഡ്രസ്സ് മാറ്റി ഇക്ക റൂഹിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. നിങ്ങൾക്കിത് പോരെ ഫുഡ്? കറി ഒന്നുകൂടെ ചൂടാക്കിയതാണ്, കട്ടി കൂടിപ്പോയി. അപ്പോൾ പാത്രത്തിലാണ് കറി കൊണ്ടുപോകുന്നത്. ഓക്കെ, ഫുഡ് ഉണ്ടാക്കാൻ എളുപ്പട്ടോ. ഇത് പാക്കിംഗ് ആണ് വല്ലാത്ത പണി. പിന്നെ ഫുഡ് കഴിച്ചോട്ടോ, ബാക്കിയുള്ളത് മൂടി വെക്കണേ. പപ്പ 2 ലിഫ്റ്റ് നോക്കാൻ പറ. എന്ത് റിസൾട്ടോ? അല്ല ഇന്ന് രാവിലെ അല്ലേ നിങ്ങൾ പോയത് ചെക്കപ്പിന്? ബ്ലഡ് ചെക്കപ്പ് ഇന്നലെ എടുക്കേണ്ടിയിരുന്നു. ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ചെയ്തോണ്ട് അല്ലേ ഉണ്ടായിരുന്നല്ലേ. ഇന്ന് രാവിലെ ബ്ലഡ് ചെക്കപ്പ് എടുത്ത് റിസൾട്ട് വന്നോ? കിട്ടിയോ? ഇപ്പോഴാണ് ഓർമ്മ, ഫോൺ എടുത്തപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായി, 10:41. റോയിമോളെ സ്കൂൾ വിടുമ്പോഴത്തേക്ക് എത്തുമോ? എല്ലാവരും വിളിച്ചതല്ലേ, അപ്പൊ ഇവിടെ വരാൻ ഹോസ്പിറ്റലിൽ വരിക തിന്നുക, ഹോസ്പിറ്റലിൽ വരിക തിന്നുക. പേര് ഇരിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. അവിടെ ഒരു ഫെസ്റ്റിവൽ കൂടില്ലേ? ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് നമ്മൾ വരുന്നുണ്ടാവില്ലേ അല്ലേ? ബൈ ബൈ. പിന്നെ ഇക്കാക്ക് കീമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീട് പണി നടക്കുന്നിടക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡെല്ലാം വഴി ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്ന് ശരിക്കും പോലെ വീഡിയോയിൽ കിട്ടില്ല. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാൻ്റെ അമ്മായിയും മരുമോളും മക്കളും എല്ലാവരും കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഇതായിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത് വീഡിയോ എടുക്കുന്നത്. പിന്നെ റോഹിമോൾക്ക് വേറെ കുട്ടികളെ കാണുമ്പോഴുള്ള കരച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അവിടെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് കീമോ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ വ്ളോഗ് കേട്ടത്.
വീണ്ടും പറയാൻ കാരണം വേറെ ഒന്നുമില്ല, കീമോ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് നടക്കാറില്ല. അപ്പം ആളുകൾക്ക് തെറ്റിദ്ധാരണ വരും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് പിന്നെ അത് ഭയങ്കര റിസ്ക് ആട്ടോ. ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനൊക്കെ നോക്കണം. കീമോ ചെയ്ത് കുറച്ച് ദിവസം എന്തായാലും വീട്ടിലിരിക്കണം, ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം. അവിടുന്ന് ഞങ്ങൾ നേരെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അങ്കിളിൻ്റെ മൂത്ത മോനും വൈഫും തിരിച്ച് യു എയിലേക്ക് പോവുകയാണ്. കൈ പിടിക്കുക കുട്ടീൻ്റെ മമ്മ വന്നിക്കണാ ഉമ്മ ഉണ്ടാ എന്റെ കുട്ടി പോവാണ്. പഠിച്ചോനെ എന്റെ കുട്ടി പോവാണ് പോവാണ്. ഇവരാണ് ഇന്ന് പോവാണ്, ഇന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പം അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, 2 ദിവസത്തിന് വന്നാട്ടോ. പിന്നെ ഇവരെല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണ്, ഇവിടെ ഭയങ്കര ഒരു വൈബാണ്. പിന്നെ ഇതാണ് മരുമോള്, മൂത്ത മരുമോള്. അവർ രണ്ടാളും കൂടിയാണ് പോകുന്നത്, കുട്ടിയും കൂടി പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആളുടെ വൈഫാണിത്, ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞില്ല അവർ. ഇത് മൂത്ത മരുമോളെ ഉമ്മ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. പോകുന്ന സങ്കടമാണ് എല്ലാവരുടെ ഫേസിൽ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ പോകുന്ന സമയത്ത് വരുന്നത്. പക്ഷേ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കേക്ക് കട്ടിങ് കൂടി ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് എൻ്റെ ബ്രദർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും പോയിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു രസമില്ലല്ലോ, അമ്മാവൻ ചേച്ചീൻ്റെ കേക്കില്ലേ അത്. അപ്പോൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തിട്ട് യാത്ര അയക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ എല്ലാം കൂടി സെറ്റ് ചെയ്തു. എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നപ്പോഴേ ആ പെട്ടിക കെട്ടുന്ന കാണുമ്പോൾ നമ്മൾ ആ പോകുന്ന സമയത്തുള്ള ഒരു സങ്കടം ഉണ്ടാവില്ലേ, അതാണ് ഒരു മനസ്സിൽ വരുന്നത്. പിന്നെ നമ്മൾ നാട്ടിൽ സെറ്റിലായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നാട്ടിലും യു എയിലും തമ്മിൽ നോക്കുമ്പോൾ രസമാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. പക്ഷെ ആ പോകുന്ന സമയത്തുള്ളൊരു വിഷമം ആലോചിക്കാൻ വയ്യ. അങ്ങനെ പിന്നെ ആ ഒരു കേക്ക് കട്ടിങ്ങിന് എല്ലാവരും എത്തി. അമ്മാവന് 3 ആൺകുട്ടികളാണ്. ചെറിയ മോന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വന്നു. പിന്നെ അമ്മായി കിച്ചണിലായിരുന്നു, വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്ന്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ആ ഒരു സന്തോഷത്തിൽ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഇൻഷാ അല്ലാഹ് എന്നും ഈ ഒരു സന്തോഷം നിലനിർത്തി തരട്ടെ, ആമീൻ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഉമ്മ ഒറ്റ മോളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയുമുള്ള സമയത്ത് തന്നെ ഉമ്മാക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അത് അങ്കിളും വലിയുമ്മ ഇല്ലാത്ത സമയത്തും അങ്കിൾ അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ് എന്ന് നിലനിർത്തി തരട്ടെ, ആമീൻ. പിന്നെന്താ, എനിക്കിതിൽ ഇതിൽ വോയിസ് ഓവർ എന്താ കൊടുക്കണം എന്നറിയില്ല. സന്തോഷമുണ്ട് അങ്കിൾ ജയിച്ചതിൻ്റെത്, കൂടാണ്ട് ഇവർ പോകുന്നൊരു സങ്കടം കൂടിയുണ്ട്. അങ്ങനെ അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ അവിടെ നമ്മൾ ഇത്രയല്ല കേട്ടോ, ഇനി ഇതിൻ്റെ ശേഷം റൂയിമോളെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട്. കുറച്ച് മുമ്പ് എടുത്ത വിശേഷങ്ങളാട്ടോ. അപ്പോൾ എന്തായാലും ഈ കേക്ക് കട്ടിങ് ഒന്ന് കഴിഞ്ഞോട്ടെ, അത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടോളൂ. കാരണം ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനും ഷെയർ ചെയ്യുന്നുണ്ട്, കൂടാണ്ട് ഇതിലുള്ള എല്ലാവരെയും കാണുന്നല്ലേ വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഇൻക്ലൂഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇക്കയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീനുവിനെ എവിടെയും കാണുന്നുണ്ടാവില്ല. റീനു എക്സാമൊക്കെ ആയിട്ട് വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെ യാത്ര അയച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. ആ വരുന്ന വഴിയിലാണ് നമ്മൾ കൂന്തലൊക്കെ വാങ്ങിച്ചത് കേട്ടോ. കൂന്തലും വാങ്ങിച്ച് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് അങ്ങനെ. എന്തപ്പോൾ ഇത് എന്തൊക്കെയാ കയ്യിൽ ദേഹത്തൊക്കെ ഇട്ടിട്ടുള്ളത്? എന്താ വാച്ച്? പിന്നെന്താ സ്ട്രോബെറി വാച്ചാണ്. മുളകുണ്ട് അല്ലേ, സ്മൈലി ഉണ്ട് അല്ലേ, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നോക്കട്ടെ, നോക്കട്ടെ. നല്ല സ്റ്റൈലായിക്കണം. അവൾക്ക് പാകമില്ല, പക്ഷെ എല്ലാം അവൾക്ക് പാകത്തിലാക്കിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.